സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ്. പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി എന്താണ്? സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം. പക്ഷെ പരസ്യപ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, ഭ്രാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് കിട്ടും. ആ അമ്മ മരുമോട് മുമ്പിൽ തണ്ടിക്കൊണ്ട് നടക്കണ്ട, മോൻ്റെ സ്വത്തിൻ്റെ 1/6 അപ്പം തന്നെ അമ്മയ്ക്ക് കിട്ടും. പുത്രസ്വത്തവകാശം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരിടത്തും വേറെയില്ല. കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞോ പറ്റില്ല, ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നതിന് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 6 പെൺമക്കളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ്. കേരളത്തിലെങ്ങാണ് ഒരു സ്ത്രീക്ക് 6 പെൺമക്കളുണ്ടെങ്കിൽ തൂങ്ങിച്ചാവല്ലാതുള്ള മാർഗ്ഗമുണ്ടെന്ന് സംശയമാണ്. അത് പ്രവാചകൻ പറഞ്ഞു, പെൺകുട്ടിക്ക് ജന്മം നൽകി പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകളാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ, 3 പേരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഉറപ്പെന്നാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗത്തിന് കാരണമാണെന്ന് ലോകത്തിലാകെ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനാണ്, വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗം കിട്ടാൻ ഒരു മാർഗമാണ്. പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടുള്ള വേഷം ലോകത്തിലാദ്യം സ്ത്രീകൾ കൊടുത്തത് പരിശുദ്ധ പ്രവാചകനാണ്. പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കാൻ പറ്റി.